പുതിയ നടന്മാർ അല്ലെങ്കിൽ അപ്കമിങ് ടാലൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ഷഹബാസി ടീമിനെയായിരുന്നു, ആ സെറ്റിൽ ഹണീബി ടീമിനായിരുന്നു. എന്നാൽ ഇപ്പൊ അത് പറയുന്നത് ഹാഷറിനെയും സന്ദീപിനെയും നസലിനെയും സാഗറിനെ, ആ പുതിയ ലോട്ടിനെ കാണുമ്പോൾ എന്താ ഫീൽ? ഭയങ്കര ഇഷ്ടമാണ്, കോമഡിയാണ്, ഒരു രക്ഷയിലാവന്മാര്. എന്റർടൈൻ ചെയ്യാൻ അറിയുന്ന ആളുകളാണ്. റീൽസിലൂടെയൊക്കെയാണ് വന്നെങ്കിൽ സിനിമയെ കാണുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത എന്തോ ഒരു പരിപാടി ഇവര് ചെയ്യുന്നുള്ള ഫീൽ ഉണ്ട്. അതിന് എനിക്ക് ഭയങ്കര നാച്ചുറലാണ്. അങ്ങനെയുണ്ടോ ഷഹബാസിക്ക് ഇങ്ങനെ വയലന്റ് ആയ ഒരു കാര്യം സ്ക്രീനിൽ കാണാൻ താല്പര്യമില്ല, പക്ഷെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, വയലന്റ് ആയ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അത് സ്ക്രീനിൽ കാണാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ അവസ്ഥയുണ്ടോ? എന്ത് ചെയ്യാം, പൈസ വന്നാൽ മതി എന്നുള്ള മൂടാണ്. അങ്ങനെ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഇപ്പൊ റിയൽ ലൈഫിൽ ഒരു രീതിയിലുള്ള വയലൻസോ ഒച്ചപ്പാടും ബഹളോ ഇല്ലാണ്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു ആളാണ് ഞാൻ. അങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള ആക്ഷനൊക്കെ സിനിമ പോരാളിയാണ്. വി ഷുഡ് ഗെറ്റ് പെയ്ഡ് ഫോർ ഇറ്റ്, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കോമഡികൾക്കൊക്കെ ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് ഗെറ്റ് പെയ്ഡ് ഫോർ ഇറ്റ്. അത്രയ്ക്ക് എനർജി അതും ദേഷ്യവും അതും എല്ലാം ചെയ്യണമെങ്കിൽ സിനിമ ചെയ്യണമെന്നല്ല, ജീവിതത്തിലില്ലാത്ത ജീവിതം ഇങ്ങനെ സമാനമൊക്കെ ആയിട്ട് ചായ, കടി, വീട്ടിലെ ഭക്ഷണം, സംഗീതം, സമാധാനം. ഞാൻ ഈ പൊങ്കാലയുടെ ഒരു ഫുൾ ലെങ്ത് ഫൈറ്റ് സീക്വൻസ് ഇങ്ങനെ റീലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ ഞാൻ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന് ഷഹബാസ് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്, പണ്ടത്തെ കേട്ടോ, അതായത് ഡാത്തടിയ ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അനുസരണയുള്ള കുട്ടിയായിരുന്നോ കോളേജിൽ എന്ന്. പറഞ്ഞു, ഞാൻ വളരെ അനുസരണയുള്ള കുട്ടിയായിരുന്നു. ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ട് എൻ്റെ താടി മുടി വളർന്നിട്ട് എൻ്റെ പ്രൊഫസർ എനിക്ക് ട്രിമ്മർ തന്നിട്ടുണ്ട്, അത് പഠിച്ചു കളയാൻ വേണ്ടി, സ്പോട്ടിൽ അത് പഠിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ തന്നിട്ടുണ്ട്, റേസർ വന്നിട്ട് പോയി ക്ലീൻ ചെയ്ത് വന്നു. ഒരു ഗോട്ടി ഉണ്ടായിരുന്നു എനിക്ക്. ഇത് ബാൻഡ് പരിപാടിയൊക്കെ ആയിട്ട് പോകുമായിരുന്നു കോളേജിൽ. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചെറിയ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോകണം. അപ്പോൾ ഞാൻ ചിന്മയ വിദ്യാപീഠിലാണ് പഠിച്ചത് അവിടെ. അപ്പോൾ വി ഹാവ് യൂണിഫോംസ് ആൻഡ് രാവിലെ 7:30 ഒന്ന് ഹരിയോം ഒക്കെ പറഞ്ഞ് ഭയങ്കര ടിപ്പ് ടോപ്പാണ്. അപ്പോൾ ചെറിയ റോക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു തന്നെയായിരുന്നു ഫുള്ളും. അപ്പോൾ ഇവിടെ വേണം പോയി ഷേവ് ചെയ്തിട്ടോടാന്ന്. ഈ സമാധാനപ്രിയനാവുക ജീവിതത്തില് എന്നാ അപ്പുറത്തേക്ക് സ്ക്രീനിൽ പോകുമ്പോ, പ്രത്യേകിച്ച് ഈ ആഫ്റ്റർ പോസ്റ്റ് കപ്പയുടെ കുറെ ഈ മാസ് കഥാപാത്രങ്ങളുണ്ടല്ലോ. I want to do funny stuff now, bro. അങ്ങനല്ല. Yeah, but I miss doing funny roles. So this was fun. ഇത് രസമായിരുന്നു. ഈ എപ്പോ തിരിച്ചു വരും ഈ ഹണീബിലത്തെ ഒരു സോൺ എപ്പോ ഹിറ്റ് ആവും? I don't know. I'd like to do something wild like that. എവിടെയെങ്കിലും പോകണം, മരക്കെട്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് വരണം. അപ്പൊ ആ സാധനം കിട്ടും. ഹാവ് സംതിങ് ഇൻ മൈൻഡ്. നോക്കട്ടെ, അറിയില്ല. നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടോ, ഇറ്റ് വിൽ ബി ഫണി. കാരണം ഹണീബിയുടെ ഇതായിരുന്നു. നമ്മള് ആ സമയത്ത് ജീൻ തിരിച്ചു വന്നുള്ളൂ അമേരിക്കയിൽ നിന്ന്. ലാലൻ ഓൾസോ ഹെൽപ്ഡ് വിത്ത് ദ സ്ക്രിപ്റ്റ് ആൻഡ് എവറിത്തിങ് ആൻഡ് ഓൾ ഓഫ് us were there. നമ്മളെല്ലാവരും പിള്ളേര്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണിപാളി റിലീസ് ചെയ്തിട്ട് അതൊക്കെ റിലീസൊക്കെ ചെയ്യുന്നത് നമ്മുടെ പടത്തിന്റെ ടൈമിലാണ്, നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലേക്കാണ്. സോ യു ആർ ഓൾ കിഡ്സ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഇപ്പോൾ ഞാൻ അഭിനയിച്ച കാര്യത്തിൽ ജീം വന്നിട്ട് ഓവറാക്കി പ്ലീസ്, കുറച്ചും കൂടെ ഓവറാക്കണം. ശരി. മറ്റേ ആ വയറിന് സുഖമില്ലാത്ത സീനൊക്കെ അവൻ പിന്നെയും വന്ന് ഓവറാക്കും. സോ എനിക്ക് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു ആ പടം ശരിക്കും. അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെയാണ് എനിക്ക് കത്തണത്. പിന്നെ തിരിച്ചു നോക്കുമ്പോഴാണ് ലൈക്ക് ഓ മൈ ഗോഡ്, ലൈക്ക് ദാറ്റ് വാസ് ഫൺ. ഓർക്കുമ്പോ തന്നെ ബൈ മിസ്റ്റേക്ക് ഫോർ ഇന്നറാ വേണ്ട ഞാൻ മച്ചാനെ ആ ലിറിക്സ് ഇങ്ങനെ കയറി വരും. Go back to that song someday. Yes, someday. Let's hope, bro. Let's hope. ഈ അറിയാതെ തന്നെ ഫെമിന നല്ല ബ്രൂസ്ലി ബിജി എന്നാ വരുന്നത്. ഈ സ്വയം ഫിറ്റ് ആയിരിക്കുന്നതിന്റെ അത് സിനിമയ്ക്ക് വേണ്ടി സ്വയം പ്രിപ്പയർ ആവുന്നതാണോ അതോ അത് വേറൊരു കംഫർട്ട് സോൺ തരുന്നുണ്ടോ? എങ്ങനെ ഫിറ്റ് ആയിരിക്കുന്നത്? അത് വേറൊന്നും, അത് ഫിറ്റായി ഇരിക്കുന്നതുകൊണ്ടല്ല, ഞാൻ അധികം തിന്നാത്തോണ്ട്. ട്രെയിൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഒരു ഡെസേർട്ട് പേഴ്സൺ ആണ്. എനിക്ക് ഭയങ്കര ഫുഡ് ഭയങ്കരമായിട്ട് ലൈക്ക് ഡിഫറെന്റ് കുസീൻസ് ഒക്കെ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ തിന്നുകയും ചെയ്യും, പക്ഷെ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഡെയിലി എന്നെ തന്നെ വെയ് ചെയ്യും. ഡെയിലി നോക്കിയില്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ലൈക്ക് ഒരു ക്രാഷ് ഡയറ്റ് പോലെ ഐ ഗോ ഫോർ 1 day. ഭയങ്കരമായിട്ട് ഒന്ന് ഡയറ്റ് പോലെ ഐ കൺട്രോൾ ഒരു ലോങ്ങർ ഫാസ്റ്റ് പോലെ മേ ബി ലൈക്ക് 1 meal a day.
വിശന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്ക് പോലെ എന്തെങ്കിലും പോകും, ഹെൽത്തി അല്ല. ബട്ട് അങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. പക്ഷെ ഞാൻ തിന്നും, ബട്ട് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. പ്രവീൺ, ഈ നടന്മാരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഈ അടുത്ത് തൊട്ടിട്ട് നമ്മൾ കാണാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്നപ്പോൾ തൊട്ടിട്ട് ആളുകൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നു, പിന്നെ രാവിലെ ജിമ്മിൽ പോകുന്നു, വൈകുന്നേരം കളരിയിൽ പോകുന്നു, പിന്നെ മാനിഫെസ്റ്റേഷൻസ് നടത്തുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, അങ്ങനെ ഒരുപാട് ശ്രമിക്കുന്ന നടന്മാരുടെ സെറ്റിലാണ്. പ്രവീണിന് അങ്ങനെ ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ടോ? ശ്രമിക്കാൻ നമ്മൾ നോക്കും, പക്ഷെ കഴിയുന്നു പോകും, അത്രേ ഉള്ളൂ. ആദ്യം വിളിച്ച് കഴിഞ്ഞിട്ട് ഒരു പടത്തിൽ വയ്ക്കുമ്പോൾ ഓക്കെ പഞ്ചക്കള സമയത്താണെങ്കിൽ അതായത് ഓക്കെ ബോഡി ഒന്ന് സെറ്റ് ആക്കണം, മറ്റേതാക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പൊ വിചാരിച്ചു ഓക്കെ ഇന്നിപ്പോ സമയം എന്താ, ഓക്കെ 2 മണിയായില്ലേ, അപ്പൊ നാളെ മുതൽ നേരെ ജിമ്മിൽ പോകുമെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോഴേക്കും ആയിരിക്കും കിടന്നുറങ്ങണത് തന്നെ, ലൈക്ക് 6 മണി 5 മണി സമയം. പിന്നെ അതങ്ങോട്ട് പോകും. എല്ലാം നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. ലൈക്ക് എല്ലാ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ അതും നമുക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ചില ക്യാരക്ടർ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് പണിയെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് അവിടെ കൊടുക്കുന്നതിലും ലൈക്ക് ആ ഒരു സീൻ ചെയ്യുന്ന സമയത്തോ ലൈക്ക് ആ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു ഭംഗി കിട്ടില്ല, നമുക്ക് തന്നെ ഒരു തൃപ്തി കിട്ടിണ്ടാവില്ല. അപ്പൊ നമുക്കിപ്പോ ഞാൻ കുറച്ച് ഓവർ വെയിറ്റ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ഇരിക്കുന്ന പൊസിഷനും മറ്റേ രീതി നടക്കുന്ന രീതിയും എല്ലാത്തിനും വേറെ വ്യത്യാസം ഉണ്ടാവില്ല. ആ ലെവലിലുള്ള കാര്യങ്ങളും പോകും. അത് നമ്മൾ മറ്റേ അഭിനയിക്കാൻ നോക്കുന്ന പോലെ ഇപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സമയം അത് കുറച്ച് ബോറാവും. അതുകൊണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറോ അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ. ബസ് ഇപ്പൊ ഈയിടെയായിട്ട് കുറെ ഇന്റർവ്യൂകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പണത്തെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് വോക്കലായി സംസാരിക്കുന്നുണ്ട്. പൈസ കിട്ടണം, പൈസ കിട്ടുന്ന സിനിമകൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ ഇപ്പൊ തന്നെ പൈസ തന്നാൽ നെഗറ്റീവും പോസിറ്റീവും എന്ത് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏത് പോയിന്റ് തൊട്ടിട്ട് ഈ പൈസ എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൺസേൺ? ചെറുപ്പം മുതലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭാഷ എങ്ങനെയാന്ന് വെച്ചാൽ കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ പോയി പടം ചെയ്യുന്ന അല്ലെങ്കിൽ അതാ ഞാൻ ചോദിക്കുന്നത്. അതിപ്പോഴും അങ്ങനെ ആര് വിളിച്ചാലും പോയി ചെയ്യും. അവിടെ പൈസ ഒരു മാറ്റർ അല്ല. പൈസ ഇസ് നെവർ എ മാറ്റർ ബ്രോ. പൈസ എന്ന് വെച്ചാൽ അതൊരു ഫിഗർ ഓഫ് സ്പീച്ച് പോലെ പറയണമെന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിൽ നീ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്ക് പുറത്തെടുക്കാം. നമുക്ക് അത്ര സ്ട്രെയിൻ ഒക്കെ ഇട്ടൊരു സാധനമൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യണമെങ്കിൽ പൈസ വേണം, മനസ്സിലായി. ക്യാമറയുടെ മുമ്പിൽ ചെയ്യണതിലാണ് അതിൽ കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ വേസ്റ്റഡ് എനർജിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ നല്ലൊരു ജോലി, നിങ്ങളുടെ ജോലി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗെസ് യു വിൽ ഗെറ്റ് പെയ്ഡ് ഡീസെന്റ്ലി. ആൻഡ് ഐ ഹാവ് ഓൾവേസ് ബീൻ പെയ്ഡ് വെൽ ബൈ ഗോഡ്സ് ഗ്രേസ്. ഇവിടുന്ന് ആൻഡ് കേരള ഹാസ് ബീൻ, അവർ ഇൻഡസ്ട്രി ഹാസ് ബീൻ വെരി നൈസ് ടു മീ. സോ ഐ കാൻറ്റ് കംപ്ലൈൻ അബൌട്ട് ദാറ്റ്. അപ്പൊ അതൊരു ഫിഗർ ഓഫ് സ്പീച്ചിന്റെ പരിപാടിയായിട്ട് പറയണം. അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു ഐ ഡോണ്ട് തിങ്ക് എനി ആക്ടർ ക്യാൻ ടേക്ക് ദാറ്റ് ഡിസിഷൻ. കാരണം അടുത്ത പടത്തിന് നമ്മുടെ എല്ലാ ഡിസിഷൻ മേക്കിനും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലായിരിക്കും സിറ്റുവേഷൻ വരാൻ പോണം. അപ്പൊ നമ്മള് വീണ്ടും ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ അതൊക്കെ അപ്പൊ തന്നെ പൊട്ടുപോകും അടുത്ത പടം വരുമ്പോ തന്നെ.